1975 അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിൽ, ആലപ്പുഴ എന്ന തുറമുഖ പട്ടണം വളർച്ചയുടെ പാതയിലായിരുന്നു. ഉൾനാടൻ പ്രദേശങ്ങളിലെ കയർ, കാപ്പി, കുരുമുളക്, തേയില, തേങ്ങ, മറ്റുൽപ്പന്നങ്ങളൊക്കെ തന്നെയും തുറമുഖത്തെ ചരക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു സ്ഥലങ്ങളിലേക്കും എത്തിക്കുവാനും ആലപ്പുഴക്കാർക്ക് ഏക ആശ്രയം കനാൽ ശൃംഖലകളായിരുന്നു. ഇങ്ങനെ പട്ടണത്തെ കനാലുകൾ വഴി ബന്ധിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ പടിഞ്ഞാറന്മാരായ യൂറോപ്യന്മാർ ഈ പട്ടണത്തെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചു. 1989 ആലപ്പുഴ തുറമുഖത്ത് കപ്പലുകൾ അടുത്തിരുന്നു. ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങിയ കാലഘട്ടത്തിലാണ് വിവിധ മേഖലകളിൽ തൊഴിൽ പരിചയവും ബിസിനസ് അനുഭവ സമ്പത്തുമായി 1979 കിഴക്കിന്റെ വെനീസായ ആലപ്പുഴക്കാർക്ക് മധുരം വിളമ്പാനായി പുളക്കാട്ട് വീട്ടിൽ നടേശനും സഹോദരൻ രമേശ് ബാബുവും ചേർന്ന് പ്രിയ ബേക്കറി എന്ന സ്ഥാപനം നഗരഹൃദയത്തിൽ സ്ഥാപിച്ചു. അക്കാലത്ത് ഇവിടുത്തെ മധുരം രുചിക്കാൻ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും കുട്ടനാടിൽ നിന്നുമൊക്കെ ഒരുപാട് ഉപഭോക്താക്കൾ പ്രിയ ബേക്കറിയിലെത്തി. കടയിലെ കച്ചവടം കൂടാതെ മറ്റു ബേക്കറികളുടെ ആവശ്യകത അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ സ്വന്തമായി ബോർമ സ്ഥാപിച്ചുകൊണ്ട് പ്രിയ ബേക്കറി വളർന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ന്യൂ പ്രിയ ബേക്കറി എന്ന പേരിൽ മറ്റൊരു സംരംഭം സ്വന്തമായി വീടിനോട് ചേർന്ന് നടേശൻ തുടങ്ങി വെച്ചു. ഇന്ന് കാലങ്ങൾക്കിപ്പുറം നടേശന്റെ മകൻ വിദേശത്ത് പേസ്ട്രി ഷെഫായി അഭിലാഷ് കളിനറയിൽ നേടിയ 29ഓളം മെഡലുകൾ നൽകിയ ആത്മവിശ്വാസവുമായി തലമുറകളിലൂടെ മധുരം നൽകാനായി വിദേശത്തു നിന്നും തിരിച്ചെത്തി ആലപ്പുഴ കളരിക്കൽ ജംഗ്ഷന് സമീപത്തായി ചോക്കോലാല എന്ന സ്ഥാപനം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനായി വീടിനോട് ചേർന്ന് അത്യാധുനിക പ്രൊഡക്ഷൻ കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് ചോക്കോലാല പുതിയ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്.